മണലൂർ മണ്ഡലത്തിന്റെ വീഡിയോ ആണ്. മണലൂർ മണ്ഡലത്തിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ കുറച്ച് വാർഡുകൾ വരുന്നുണ്ട്. ബാക്കി 9 പഞ്ചായത്തും ടോട്ടൽ 10 ലോക്കൽ ബോഡീസാണ് മണലൂരിലുള്ളത്. വളരെ ടൈറ്റായിട്ട് ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുകയാണെങ്കിൽ LDFനാണ് അപ്പർ ഹാൻഡ്. LDFന് 57,899 വോട്ടുള്ളപ്പോൾ UDF 54,985 വോട്ട്. ഏകദേശം സിമിലർ, ഒരു 3000 വോട്ട് താഴെ വ്യത്യാസമേ ഉള്ളൂ. NDA 35,000 വോട്ടുണ്ട്. അതേഴ്സിന്റെ ഒരു 16,000 വോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ മെമ്പർമാർ നോക്കി കഴിഞ്ഞാൽ LDFന് 87 മെമ്പർമാരുള്ളപ്പോൾ UDFന് 61 ഉള്ളൂ. ഈ വോട്ടിംഗ് കുറവാണെങ്കിൽ UDF നല്ല രീതിയിൽ മെമ്പർമാരെ ഇടി വന്നിട്ടുണ്ട്. NDA 13, അതേഴ്സ് 11. അപ്പം എഫക്റ്റീവ്ലി ഇത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഭരണവിരുദ്ധ തരംഗം ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു 5,000 വോട്ട് ഞാൻ കുറയ്ക്കും LDFന്റെ എപ്പോഴും. അപ്പോൾ LDF അപ്പം UDF അത് നിലനിർത്താൻ UDFന് നല്ലൊരു അപ്പർ ഹാൻഡ് ഉണ്ട് ഈ മണ്ഡലത്തിൽ. പക്ഷെ NDAയുടെ ഒരു ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന KK അഡ്വക്കേറ്റ് അനീഷ് കുമാറിന് നല്ലൊരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഒരു 10,000 വോട്ടിൽ NDAക്ക് കൂടി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 45,000 50,000-ത്തിനടുത്ത് ശക്തമായ ത്രികോണമാണ് ഇരിക്കുന്നത്. മണലൂര് എന്തായാലും LDFനാണ് വോട്ടിൽ ചെറിയൊരു മുൻതൂക്കമെങ്കിലും, പക്ഷെ സ്റ്റേറ്റ് ഇലക്ഷനിൽ ഭരണവിരുദ്ധത പ്രതിഫലിക്കുന്നു. ഒരു 5,000 വോട്ടിലും 5,000 കൂടുതൽ വോട്ട് കുറയും, 10,000 വോട്ടോളം കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് ഞാൻ UDFനാണ് അപ്പർ ഹാൻഡ് കാണുന്നത്. 3,000 വോട്ട് എന്ന് പറഞ്ഞാൽ 1,500 പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആയി. അപ്പോൾ UDF ഒരു സ്ലൈറ്റ് മാർജിൻ ജയിക്കുമെന്നും, സ്ലൈറ്റ് അല്ല നല്ലൊരു മാർജിൻ ജയിക്കുമെന്നും. NDA നല്ലൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സെക്കൻഡ് എത്താൻ സാധ്യതയുണ്ട് അവിടെ. അല്ലെങ്കിൽ വളരെ തിൻ മാർജിനിലായിരിക്കും തേർഡാവുന്നത്. സെക്കൻഡും തേർഡും തമ്മിൽ വലിയ മാർജിൻ കാണില്ല. പക്ഷെ UDFന് ഒരു അപ്പർ ഹാൻഡ് ഞാൻ മണലൂരിൽ കാണുന്നുണ്ട്.